നോബിൾ ഇന്നലെ രാത്രിയിലെ ഒരു നടുക്കം നോബിളിനും ഉണ്ടാവും. കാരണം ഇതേപോലെ ഒരു സ്ഫോടനം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ നോബിൾ മാരിക്കാരൻ അവിടെ എത്തുന്നു. അവിടെ എത്തിക്കണ്ട കാഴ്ചകൾ വല്ലാതെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. ആ കാഴ്ചകളുടെ നടുക്കത്തിൽ തന്നെയാണ് രാജ്യവും നോബിളും ഉള്ളതെന്ന് എനിക്കറിയാം. അവിടെ കൂടുതൽ ദൃക്സാക്ഷികളിൽ നിന്ന് നമ്മൾ ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന് എത്തിച്ചേരാവുന്ന അനുമാനങ്ങൾ എന്തൊക്കെയാണ് നോബിൾ മാരിക്കാരൻ? അരുൺ, വെരി ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ ഒരിക്കലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. കാരണം ഇത്ര വലിയൊരു ഭീകരമായ സ്ഫോടനമായിരുന്നു ഇന്നലെ ദില്ലിയിൽ ഉണ്ടായത്. ഈ സ്ഫോടനം ഉണ്ടായ ഏറെക്കുറെ ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അവിടെ എത്താൻ കഴിഞ്ഞു. പക്ഷേ എത്തിയ ആദ്യ ഘട്ടത്തിൽ നമ്മൾ കണ്ടത് വളരെ ഞെട്ടിക്കുന്ന വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ചെന്നപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് അറ്റുവീണ കൈകളും അത്തരത്തിൽ ചിന്നിച്ചെതിരി കിടക്കുന്ന മാംസഭാഗങ്ങളും ഒക്കെയാണ്, മനുഷ്യരുടെ ശരീരഭാഗങ്ങളൊക്കെയാണ്. അത് വലിയ തരത്തിൽ നമ്മളെ വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്താണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായിരുന്നു. കാരണം നമ്മൾ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏറെക്കുറെ 250 മീറ്റർ അകലെയാണ് ആ സമയത്ത് നിന്നിരുന്നത്. അത്ര അകലെ നിൽക്കുമ്പോൾ പോലും, അത്ര അകലേക്ക് പോലും ഈ ആളുകളുടെ ശരീരഭാഗങ്ങളൊക്കെ തെറിച്ചു വീണു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എത്രത്തോളം വലിയ സ്ഫോടനമാണ് ഉണ്ടായത് എന്ന് ആ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമായതാണ്. അതിനുശേഷം ചില ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി, പ്രത്യേകിച്ച് അവിടെ ഉണ്ടായ ചില കുട്ടികൾ, അതോടൊപ്പം തന്നെ അതുവഴി പോയ ആളുകൾ, തൊട്ടപ്പുറമുള്ള റിക്ഷക്കാർ, അങ്ങനെ പല ആളുകളുടെയും പ്രതികരണം കൂടി നമ്മൾ ആ ഘട്ടത്തിൽ എടുത്തിരുന്നു. അപ്പോൾ അവരും പറഞ്ഞത് വലിയ ഉഗ്ര സ്ഫോടനം കിലോമീറ്റർ അകലെ വരെ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിലൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായത്. അതിന് പിന്നാലെ വലിയ തരത്തിൽ തീഗോളം ആകാശത്തേക്ക് ഉയർന്നു. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന പല ഈ റിക്ഷകൾ കത്തി, ബൈക്കുകൾ കത്തി, ആ പ്രദേശത്ത് മൊത്തം ഒരു തീഗോളമായി കുറേ നേരം മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്ന് അവർ പറയുന്നു. പല ആളുകളും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ചിഹ്ന ഭിന്നമായി പോയിരുന്നു എന്നാണ് ഇതിൽ അവർ വ്യക്തമാക്കിയിരുന്നത്. അത്തരത്തിൽ വലിയ ഒരു സ്ഫോടനമായിരുന്നു അവിടെ ഉണ്ടായത്. ഇതാണെങ്കിൽ അത്തരത്തിൽ വലിയ സ്ഫോടനം ഉണ്ടാവുകയും അത് തൊട്ടു പിന്നാലെ തന്നെ മറ്റ് പോലീസും മറ്റ് സംവിധാനങ്ങളും എത്തി അവരെയൊക്കെ ഈ പറഞ്ഞ പരിക്കേറ്റവളെയും ഒപ്പം അത്തരത്തിൽ മരിച്ച ആളുകളെയും ഒക്കെ ആശുപത്രി, എനിക്ക് പിന്നിൽ കാണുന്ന ഈ LNJP ആശുപത്രിയിലേക്കാണ് ഈ ആളുകളെയൊക്കെ എത്തിച്ചത്. അത്തരത്തിൽ അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരികയും പിന്നീട് അവർക്ക് മരണങ്ങൾ പിന്നീട് ഓരോന്നായി സ്ഥിരീകരിക്കാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഒരു മരണമാണ് സ്ഥിരീകരിച്ചത്. പിന്നീട് അത് 2ഉം 3ഉം ഒക്കെയായി അവസാനം അത് ഇപ്പോൾ 9ൽ എത്തി നിൽക്കുന്നു മരണസംഖ്യ എന്നുള്ളതാണ് നമുക്കിപ്പോൾ LNJP ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൂടുതൽ മരണസംഖ്യ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ ചില ഉദ്യോഗസ്ഥരെങ്കിലും വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ മരണസംഖ്യ, ചില ആളുകളുടെയൊക്കെ പരിക്കുകൾ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. സ്വാഭാവികമായും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നില്ല എന്ന് ഡോക്ടർമാർ അടക്കമുള്ള ആളുകൾ അറിയിച്ചതായി ഇവിടെ ചില ആളുകൾ, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അറിയിക്കുകയും ചെയ്യുന്നു. അതാണെങ്കിലും വലിയ ദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ ഞെട്ടിക്കുന്ന അപകടം കൂടിയായിരുന്നു. കാരണം ദില്ലിയെ സംബന്ധിച്ച് ദില്ലി എന്ന് പറയുന്നത് എക്കാലത്തും വലിയ സുരക്ഷയുള്ള, അതീവ സുരക്ഷാ വലയത്തിൽ ഉള്ളൊരു നഗരമാണ്. നമ്മൾ പുറത്തിറങ്ങുന്നതിന് വലിയ പരിമിതികളുണ്ട്. അത് മാത്രമല്ല പലപ്പോഴും നമുക്ക് പല സ്ഥലത്തും ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ വലിയ പരിമിതികളുണ്ട്. അത്തരത്തിൽ വലിയ പരിമിതികളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ വലിയ സുരക്ഷയുള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായത് എന്നത് തീർച്ചയായും വലിയ തരത്തിൽ ഞെട്ടിക്കുന്നതാണ്. അത്തരത്തിൽ ഉള്ള സാഹചര്യം, പ്രത്യേകിച്ച് ഈ ആളുകളൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് പേർ ഒത്തുകൂടുന്നൊരു ഇടം കൂടിയാണ് ചാന്ദിനി ചൗക്ക്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ലാൽ കില, അതോടൊപ്പം റെഡ് ഫോർട്ട് അടക്കമുള്ള ഇടങ്ങൾ. അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. സ്വാഭാവികമായും വലിയ തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ആ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ മരണസംഖ്യ ഉയരുകയാണെങ്കിൽ അത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന LNJP ആശുപത്രിയുടെ എമർജൻസി വിഭാഗമാണ്, അത്യാവശ്യ വിഭാഗമാണ്. നമുക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് പ്രവേശനം എന്താണെങ്കിലും ഇല്ല. പക്ഷേ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഈ പരിക്കേറ്റവരെയൊക്കെ ബന്ധുക്കളൊക്കെ ഇതിനകത്ത് പലരും ഉണ്ട്. അത് മാത്രമല്ല പോലീസ് അടക്കമുള്ള ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ മൊഴി രേഖപ്പെടുത്താൻ കഴിയുന്നവരെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും LNJP ആശുപത്രി ഇന്നലെ വലിയ തരത്തിൽ ഞെട്ടിയിരുന്നു. കാരണം ഈ ശരീരഭാഗങ്ങൾ, ആളുകളുടെ ചിന്നിത്തെറിച്ച ശരീരഭാഗങ്ങൾ അടക്കമാണ് ഇങ്ങോട്ട് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതാണെങ്കിലും ഇനിയിപ്പോൾ ഈ ശരീരഭാഗങ്ങളൊക്കെ എത്രയും വേഗം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടിറങ്ങാതെ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണെങ്കിലും അതീവ ജാഗ്രത ദില്ലിയുടെ എല്ലാ ഭാഗങ്ങളും തുടരുന്നു എന്ന് കൂടി നമ്മൾ എടുത്തു പറയണം. കാരണം നമ്മൾ രാവിലെ